കർഷകർക്ക് നെല്ല് സംഭരിച്ചതിൽ 500 കോടി രൂപ നൽകാനുണ്ടെന്ന റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ച മന്ത്രി ജി.ആർ. അനിൽ. നെല്ല് സംഭരണ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് ജി.ആർ. അനിൽ പറഞ്ഞു. ബാങ്കുകൾക്ക് സപ്ലൈകോ പണം നൽകാനില്ല. ബാങ്കുകളുടെ വായ്പാ പരിധി ഉയർത്താൻ മാനേജ്മെന്റ് സമ്മതിക്കാത്തതാണ് പ്രശ്നം. കേന്ദ്രവിഹിതവും ലഭിക്കാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ 300 കോടി രൂപയെങ്കിലും കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. 500ഓളം കോടി രൂപ കൊടുക്കാനുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1100 കോടി രൂപ കിട്ടാനുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെയും പണം കിട്ടാനുണ്ട്. ബാങ്കിൽ നിന്ന് അധികം വായ്പ എടുക്കാൻ അനുവാദവും നൽകുന്നില്ല. കടമെടുക്കാനും അനുവദിക്കുന്നില്ല. തരാനുള്ള പണവും തരുന്നില്ല. ഈ ആഴ്ചയോടുകൂടി ഒരു 300ഓളം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നടപടികളായിട്ട്. സ്റ്റേറ്റിന്റെ ഇൻസെന്റീവും അതുപോലെ നൽകാനുള്ള നടപടിയിലാണ്. എത്രയും വേഗം കർഷകന് സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാനുള്ള നടപടിയിലാണ്. ഒരു കുടിശ്ശികയില്ല ഒരു ബാങ്കിനും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. ഒരു ബാങ്കിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടുള്ള കേരള ബാങ്ക്, ഒരു ബാങ്കിനും ഡ്യൂ ആയി മാറിയിട്ടില്ല. കൃത്യമായി പണം അടയ്ക്കുന്നുണ്ട്. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത്, ക്ഷേമ പെൻഷൻ നൽകുക, സർക്കാർ ആശുപത്രികളിൽ മരുന്നെത്തിക്കുക, സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കുക, കർഷകരുടെ ഡ്യൂ കൊടുത്തു തീർക്കുക, ഇനി കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് തിരിച്ചടിയാകുമെന്നുള്ള രാഷ്ട്രീയ സന്ദേശം ലഭിച്ചു കഴിഞ്ഞില്ലേ? നികേഷ്, തീർച്ചയായും അത്തരമൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഈ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ പോകണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. എന്നാൽ ഇപ്പോഴും ഈ നെൽ സംഭരണ വില അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 1100 പരം കോടി രൂപ ലഭിക്കാനുണ്ട്. എന്നാൽ സംസ്ഥാന ഇൻസെന്റീവും 300 കോടിയോളം രൂപയുണ്ട്. അക്കാര്യവും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ തുകകൾ ലഭിക്കാതെ സപ്ലൈകോയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയാണ്. അത്രയ്ക്കും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സപ്ലൈകോ നേരിടുന്നത്. സപ്ലൈകോയ്ക്ക് പാഡി റെസീപ്റ്റ് സ്കീം പ്രകാരം സംഭരണ വില നൽകുന്ന വായ്പകൾ ഇനി കൂടുതലായി അനുവദിക്കാൻ കഴിയില്ല എന്നാണ് SBI, കാനറ തുടങ്ങിയ ബാങ്കുകളുടെ നിലപാട്. കാരണം അവരുടെ വായ്പാ പരിധി ഉയർത്തിയെങ്കിൽ മാത്രമേ ഇനിയും തുക നൽകാൻ കഴിയൂ. വായ്പാ പരിധി ഉയർത്താൻ ഇപ്പോൾ ബാങ്ക് മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല. കാരണം സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്താണ് അവർ അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഈ കാര്യങ്ങളടക്കം ഇളവ് ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നിലപാട്. ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.